തുലാമാസം കഴിഞ്ഞ് വൃശ്ചിക മാസം എത്തി. ഇപ്പോഴാണ് ഈ ഒരു വീഡിയോ ഇടാനുള്ള അവസരം ഒത്തുവന്നത്. ഇതുവരെ ഓരോരോ തിരക്ക് കാരണം എഡിറ്റ് ചെയ്യാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നതായിരുന്നു. എന്നാൽ ഇപ്പോഴാണ് ഇത് അവസരം ഒത്തുവന്നത് കേട്ടോ. അപ്പോൾ ഇത് നാരായണപ്രാന്തൻ്റെ മല കയറാൻ പോയിട്ടുള്ള വിശേഷങ്ങൾ പങ്കുവെക്കുന്ന ഒരു കുട്ടി വ്ളോഗാണ്. അപ്പോൾ ഇതിൻ്റെ മല കയറാൻ പോയ ദിവസങ്ങളിലൊക്കെ ഞാൻ സ്റ്റോറി ആയിട്ടും സ്റ്റാറ്റസ് ആയിട്ടൊക്കെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരമൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇത് എവിടെയാ സ്ഥലം. കാരണം ഒരുപാട് പേര് പോയതാണ്, ഒരുപാട് പേര് പോവാത്തവരുണ്ട്, കേൾക്കാത്തവരുണ്ട്, കാണാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നാരായണത്തുഭ്രാന്തൻ്റെ മലയാണ്. രായിരനല്ലൂർ ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നിട്ട് ഒരു മലയാണിത്. ഇത് സത്യത്തിൽ ഇത്രയും കാലമായിട്ട് നമ്മൾ ആരും കയറാത്തൊരു മലയാണ്. പണ്ടൊക്കെ അച്ഛൻ കയറുമായിരുന്നു കേട്ടോ, പണ്ടൊക്കെ. പക്ഷേ പിന്നെ ഞങ്ങളാരും ഇതുവരെ കയറിയിട്ടില്ല. സംഭവം ഇതൊന്നുമല്ല, ഈ മലയിലേക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വെറും 15 മിനിറ്റ് ദൂരമേ ഉള്ളൂ കേട്ടോ. പക്ഷെ എന്താണെന്ന് പറഞ്ഞൂടാ, ഇത്രയും കാലമായിട്ട് നമ്മളൊന്നും കയറിയിട്ടില്ല എന്നാണ് ഏറ്റവും വലിയ അതിശയം. ഇത് അങ്ങനെ എല്ലാ ദിവസമൊന്നുമില്ല, തുലാമാസം 1-ാം തീയതി മാത്രമാണ് ഈ ഒരു അമ്പലത്തിൽ കയറാൻ പറ്റുള്ളൂ, ഈ ഒരു മല കയറാൻ പറ്റുള്ളൂ. അല്ലാത്ത ദിവസം എന്തൊക്കെയോ വിശേഷ ദിവസങ്ങളിൽ ചിലവർക്കൊക്കെ കയറാൻ പറ്റുമെന്ന് തോന്നുന്നു, അല്ലാതെ എല്ലാവർക്കും കയറാനുള്ള ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ അമ്പലത്തിൻ്റെ അങ്ങോട്ട് കുറേ ദൂരമുണ്ട്. അപ്പോൾ മെയിൻ റോഡിലാണ് കുറേ ഷോപ്പുകൾ, കച്ചവടക്കാർ, അതായത് വളയും മാലയും പൊരിയും ടോയ്സും എല്ലാം വിൽക്കുന്ന കച്ചവടക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടികളൊക്കെ ഇട്ട് പോകുമ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ മുകളിലോട്ട് പോകാൻ, നടന്നു പോകാൻ. അല്ലാതെ ആ സ്ഥലത്തോട്ടൊന്നും വണ്ടിയൊന്നും ഈ തിരക്ക് പ്രമാണിച്ചിട്ട് കടത്തിവിടുന്നൊന്നുമില്ല. പിന്നെ തുലാമാസം ആയതുകൊണ്ട് തന്നെ മഴേൻ്റെ എല്ലാവിധ ചാൻസും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മല കയറുന്ന സമയത്ത് വലിയ മഴക്കോളൊന്നും ഉണ്ടായിരുന്നില്ല, ഇറങ്ങുന്ന സമയത്ത് കുരി മഴയായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ മല കയറുന്ന ആ ഭാഗത്തോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഒരു 10 മണിക്ക് തന്നെ നമ്മൾ അവിടെ എത്തി. അപ്പോൾ ഇവിടേക്ക് ബസ്സിലും വരാം കേട്ടോ, ബസ്സിൽ വരാൻ ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതിൻ്റെ മുന്നിലൂടെ തന്നെ ബസ്സും പോവാം. പിന്നെ അതായത് കൊപ്പം വളാഞ്ചേരി റൂട്ടിലുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു സ്പോട്ട് വരുന്നത്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഇഷ്ടം പോലെ ബസ് സർവീസും ഉള്ള ഒരു സ്പോട്ടാണ്. പിന്നെ 10 മണിയൊക്കെ ആയി, അപ്പം തന്നെ ഒരുപാട് പേര് മല ഇറങ്ങി പോകുന്നവരുണ്ട്. നമ്മൾ മല കയറാൻ പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇഷ്ടം പോലെ ആൾക്കാർ മല ഇറങ്ങി പോകുന്നവരുണ്ട്. നല്ല വയസ്സായ അമ്മൂമ്മമാരടക്കം ഉണ്ട് കേട്ടോ. അവരൊക്കെ എങ്ങനെയാണ് മല കയറി ഇറങ്ങിയിരുന്ന് ഞാൻ പിന്നീട് ഇങ്ങനെ ചിന്തിച്ചു. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, നമ്മുടെ നാട്ടിലെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇതിൽ ഇന്ന ജാതിയിൽപ്പെട്ടവർ, ഇന്ന മതത്തിൽപ്പെട്ടവർ അങ്ങനെ ഒരു ഇതൊന്നുമില്ല കേട്ടോ. ഏതൊരാൾക്കും ഈ ഒരു മല കയറാൻ പറ്റും. അതുതന്നെയാണ് ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടേക്ക് വരുന്നതും. അപ്പം നാരായണത്തുഭ്രാന്തൻ്റെ മല കയറാൻ 2 ഓപ്ഷനാണ് കേട്ടോ ഉള്ളത്. ഒന്ന് സ്റ്റെപ്പ് വഴി കയറാം, അതല്ലാന്നുണ്ടെങ്കിൽ മണ്ണ് പോലെ ഒരു സ്ഥലമുണ്ട്. സ്റ്റെപ്പിന് പകരമായിട്ട് അങ്ങനെ 2 ഓപ്ഷനും കൂടെയാണ് നമുക്ക് ഈ മലേൻ്റെ മുകളിൽ എത്താൻ പറ്റുക. അപ്പം മണ്ണ് പോലെയുള്ള ഏരിയയിൽ പോയാൽ ഫുള്ള് മഴ പെയ്തിട്ട് ഫുള്ള് ചളിവിളിയായിരുന്നു. അപ്പോൾ അതിലൂടെ പോകുന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് എടുത്ത് വേണം പോകാൻ. അതിലൂടെ ആൾക്കാർ ഇഷ്ടം പോലെ പോകുന്നുണ്ട് കേട്ടോ. എല്ലാവരുടെ ദേഹത്തൊക്കെ ഫുള്ള് ചളിവിളിയായിട്ട് ഇങ്ങനെ ആൾക്കാർ ഇറങ്ങി വരുന്നവരുടെയൊക്കെ കണ്ടു. പിന്നെ അതല്ലാതെ സ്റ്റെപ്പ് വഴിയാണെങ്കിൽ വഴുക്കലൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി സ്റ്റെപ്പാണ്. കുറച്ച് കുത്തനെയുള്ള സ്റ്റെപ്പും കയറ്റമൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഇനി വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഈ 2 ഓപ്ഷനാണ് മുകളിലെത്താനുള്ള ഓപ്ഷൻ ഉള്ളത്. അങ്ങനെ ഇതാണ് ഗൈസ് ആ പറഞ്ഞ മല. ഇത് ഈ വീഡിയോയിൽ കാണുമ്പോൾ വിചാരിക്കുമ്പോൾ ഇത് നിസ്സാരമല്ലേ, ഇത് കാണുമ്പോൾ അത്ര വലിയ കുത്തനെയുള്ള മലയായിട്ട് തോന്നുന്നില്ലല്ലോ എന്ന്. പക്ഷേ ഇത് അങ്ങനെയല്ല, നേരിട്ട് കാണുമ്പോൾ അതിഭീകരമായിരുന്നു. പഴനിമലയൊക്കെ കടത്തി വെട്ടിയെന്ന് വേണം പറയാൻ. ഭയങ്കര കുത്തനെയുള്ള സ്റ്റെപ്പും ഭയങ്കര ഹൈറ്റ് കൂടുതലായിരുന്നു സ്റ്റെപ്പിനൊക്കെ. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കയറാൻ. പിന്നെ ഇപ്പോൾ ഇതാരും നിർബന്ധിച്ചു കൊണ്ടായിരുന്നല്ലേ, നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ വന്ന് കയറുന്നതെന്ന് മാത്രം. അപ്പോൾ പിന്നെ നമ്മൾ തന്നെയല്ലേ കയറേണ്ടത്. എന്തായാലും ഇഷ്ടം പോലെ ആൾക്കാരാണ് കയറുന്നത്. ഈ വയസ്സായ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരൊക്കെ എങ്ങനെയാണ് ഇത് കയറി വരുന്നതെന്നാണ് ഒട്ടും മനസ്സിലാവാത്തത്. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് കയറിയത്, അല്ലാതെ ഒറ്റ ഇതിന് കയറാൻ നമുക്ക് ആർക്കും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് അതാ അത്രയും കയറിയില്ല നമ്മള്.
നീ ഉണ്ടാ ഓരോ കാര്യത്തിനും ഓരോ വിശ്വാസങ്ങളും അത് വിശ്വസിക്കാത്ത കുറച്ച് പേരുണ്ടാവും കേട്ടോ. അത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അതല്ലാത്തവർക്ക് തള്ളിക്കളയുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു മലകയറ്റത്തിന് പിറകെയും കുറച്ച് ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഉണ്ട്. അല്ലാതെ വെറുതെ ഇങ്ങനെ മല കയറില്ലല്ലോ ആരും. അപ്പോൾ അതായത് പ്രധാനമായിട്ടും പറയിപെറ്റ പന്തിരകുലത്തിലെ പ്രധാനിയായിരുന്നല്ലോ ഈ നാരായണത്ത് ഭ്രാന്തൻ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ തൊട്ടേ പഠിക്കുന്ന കാര്യങ്ങളല്ല നാരായണത്ത് ഭ്രാന്തൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ നാരായണത്ത് ഭ്രാന്തന് ദേവീ ദർശനം ലഭിച്ചു എന്ന ഐതിഹ്യത്തിൻ്റെ പുറകിലാട്ടോ ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ മല കയറുന്നത്. അതും തുലാമാസം 1-ാം തീയതി ആയിരുന്നു ഈ ദേവീ ദർശനം ലഭിച്ചത്. അതിൻ്റെ ഒരു ഐതിഹ്യത്തിൻ്റെ പുറകിലാണ് ആൾക്കാരൊക്കെ ഈ ഒരു തുലാമാസം 1-ാം തീയതി തന്നെ മല കയറുന്നത്. ഈ സ്ഥലം പ്രോപ്പറായിട്ട് വരുന്നത് വളാഞ്ചേരി കൊപ്പം റോഡിൽ നടുവട്ടം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ കൊണ്ട് ചേർന്നിട്ടുള്ള ഒരു ഏരിയയിലാണ് ഈ രായിരനെല്ലൂർ മല വരുന്നത്. അപ്പോൾ അവിടെ അമ്പലത്തിൽ പ്രത്യേക തരം രക്ഷാർച്ചന, ദേവജപം, അങ്ങനെ പല പല വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചെയ്യുന്നവർക്ക് ചെയ്യാം, അതല്ലാതെ മല വെറുതെ കയറിയിട്ട് ഇറങ്ങുകയും ചെയ്യാം. അപ്പോൾ ഈ നാരായണത്ത് ഭ്രാന്തൻ്റെ നമ്മൾ ബുക്കുകളിലൊക്കെ വായിച്ചത് പ്രധാനമായിട്ടും മലമുകളിലേക്ക് കല്ലുരുട്ടി കയറ്റുക, അത് താഴേക്ക് തള്ളിയിട്ട് ചിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരാളായിരുന്നല്ലോ. അപ്പോൾ ഈ സന്ദർഭത്തിൽ ദേവീ ദർശനം ലഭിച്ചു എന്നാണ് ഐതിഹ്യത്തിലൊക്കെ പറയുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു മല കയറുന്നത്. തുലാമാസം 1-ാം തീയതി മാത്രമാണ് ഈ ഒരു മലകയറ്റം ഉണ്ടായിരിക്കുക. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ ആ മലയെല്ലാം കയറി മുകളിലെത്തി. അപ്പോൾ മുകളിലെത്തിയപ്പോൾ ചെറിയ മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു. വെയിലും മഴയൊക്കെ മിക്സ്ഡ് ആയിട്ടാണല്ലോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മുകളിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അമ്പലത്തിൽ കയറാൻ നിൽക്കുന്നവരുടെ തിരക്ക്, പിന്നെ വെറുതെ മല കാണാൻ വന്നവരുടെ തിരക്ക്. മുകളിൽ ഇങ്ങനെ മല കയറി വരുന്നവർക്ക് ക്ഷീണം മാറ്റാൻ സാധാ വെള്ളവും അതുപോലെ തന്നെ സംഭാരമൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറേ പോലീസുകാരുടെ സേവനങ്ങളുണ്ട്. ആർക്കെങ്കിലും എന്ത് ക്ഷീണമൊക്കെ വന്നാൽ അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനും വേറെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ. അപ്പോൾ നല്ല അടിപൊളി സ്ഥലം കേട്ടോ. മുകളിലെത്തിയപ്പോൾ നല്ലൊരു അമ്പലവും ആലും ഒക്കെയുള്ള നല്ലൊരു വൈബാണ്. അപ്പോൾ ഞങ്ങളെന്തായാലും ഈ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാട്ടോ മല കയറാൻ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ചളി പിളീൻ്റെ കാര്യം പറയും വേണ്ടല്ലോ, മഴേൻ്റെ. അതിനായിട്ട് നല്ല വെള്ള ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഫുള്ള് ചളിയായിരുന്നു. പിന്നെ കുറേ കഷ്ടപ്പെടേണ്ടി വന്നു ഞാനതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ. അങ്ങനെ അമ്മയും അമ്മായിയും അവരൊക്കെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴാൻ പോയി. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ കയറിയതൊന്നുമില്ല, നമ്മൾ ആ ആൽത്തറയിൽ ഇരിക്കുക ചെയ്തത്. പിന്നെ അപ്പോൾ അമ്പലത്തിൽ എന്തൊക്കെയോ സ്പെഷ്യൽ വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല പ്രസാദവും കാര്യങ്ങളൊക്കെ കിട്ടിട്ടോ. നല്ല പായസമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പായസമൊക്കെ വന്ന ഉടനെ തന്നെ ആ ബോക്സ് മൊത്തം കാലിയാക്കി. കാരണം നല്ല വിശപ്പും ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ചൂടിൽ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് നേരം ഇരുന്നതിന് ശേഷമാണ് നമ്മൾ അവിടുന്ന് ഇറങ്ങിയത്. മലയുടെ മുകളിൽ അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു നാരായണത്ത് ഭ്രാന്തൻ്റെ ഒരു വലിയൊരു പ്രതിമയുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് നമ്മൾ വീഡിയോസിൽ ഫോട്ടോസിലൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ആ ഒരു പ്രതിമ. അപ്പോൾ അവിടെ നിന്നിട്ട് കുറേ പേര് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെയൊക്കെ നിന്ന്, പിന്നെ അതൊരു നല്ലൊരു വ്യൂ പോയിൻറ്റും കൂടിയാണ്. അവിടെ നിന്ന് നോക്കിയാൽ ആ ഒരു ടൗൺ ഏരിയ മൊത്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് നല്ലൊരു അടിപൊളി സ്പോട്ട് കൂടിയാട്ടം. പിന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ആ സമയത്ത് നല്ല മഴക്കാറ് നല്ലോണം ഉണ്ടായിരുന്നു. ഏത് സമയം മഴ പെയ്യുന്നുള്ളൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്ന്
നമ്മൾ അവിടുന്ന് ചായക്കടയിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ടോ, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു, പിന്നെ ക്ഷീണമുണ്ട്. ഇനിയിപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി പോകാനുള്ളതാണ്. അപ്പോൾ നല്ല ചായയൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ പിന്നെ അവിടുന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ എടുത്തത്. അങ്ങനെ നാരായണത്ത് പ്രാന്തൻ്റെ പ്രതിമേൻ്റെ ഭാഗത്തു നിന്നൊക്കെ നമ്മളങ്ങനെ ഇറങ്ങാമെന്ന് കരുതുമ്പോഴാണ് ഗൈസ് അത് സംഭവിച്ചത്. നല്ല അസൽ പെരുമഴയായിരുന്നു പിന്നെ അങ്ങോട്ട് പെയ്തത്. പിന്നെ നമ്മൾ വണ്ടി കയറുന്ന വരെ പെരുമഴ തന്നെയായിരുന്നു. മഴയെന്ന് വെച്ചാൽ എന്താ പറയുക, അത്രയ്ക്കും വലിയ മഴയായിരുന്നു. പ്രത്യേകിച്ച് മലേൻ്റെ മുകളിലായിട്ടാണ് തോന്നുന്നു, ഭയങ്കര മഴയായിരുന്നു. പിന്നെ ഇറങ്ങുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സത്യത്തിൽ നമ്മൾ വിചാരിച്ചു കയറുമ്പോഴാണ് ബുദ്ധിമുട്ട്, പക്ഷേ ഇറങ്ങുമ്പോൾ അത്ര ഉണ്ടാവില്ല എന്ന്. പക്ഷേ ഇറങ്ങുമ്പോഴായിരുന്നു ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാരണം കാലിനിങ്ങനെ പ്രഷർ കൊടുത്തിട്ട് ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു കേട്ടോ കാലിന്. പിന്നെ അതിൻ്റെ കൂടെ മഴയും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു മഴയത്ത് ഇങ്ങനെ നടക്കാനൊക്കെ. പിന്നെ വൈകിയേനെ അനേട്ടൻ എടുത്തിട്ട് വേഗം സ്പീഡിൽ നടക്കുക ചെയ്തത്. കാരണം എനിക്ക് അവളെ എടുത്ത് നടക്കാനേ വെക്കുന്നുണ്ടായിരുന്നില്ല. കുടയും പിടിക്കണം, സ്റ്റെപ്പ് ഇറങ്ങാൻ ബുദ്ധിമുട്ട്. പിന്നെ എങ്ങനെയൊക്കെയോ നമ്മളങ്ങ് താഴെ എത്തിപ്പോയി. ഫുള്ള് ചളി പിളിയായിട്ട് നല്ല മഴവെള്ളത്തിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ പണ്ടെപ്പോഴോ നടന്ന ഒരു ഫീലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു മല കയറാൻ പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. ഇനി എൻ്റെ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലുമൊക്കെ അടുത്ത പ്രാവശ്യം മല കയറാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അത് നല്ലതായിരിക്കില്ലേ. അപ്പോൾ മല കയറാൻ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും അടുത്ത വർഷം തുലാമാസം 1-ാം തീയതി എന്തായാലും മല കയറി നോക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു അടിപൊളി വീഡിയോ കൊണ്ട് വീണ്ടും വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു ദിവസം അടിപൊളി വീഡിയോ കൊണ്ട് വീണ്ടും വരാം. ബൈ.